പലരും പറയുന്നു ഫാർമ ഒരു വെബ് സീരീസാണ്, ഒരു സിനിമയല്ല. ചിലർ പറയുന്നത് ഒരു സിനിമയാണ്, നെവിൻ പോളിക്ക് തിയേറ്ററുകളൊന്നും കിട്ടിയില്ല, OTT റിലീസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഫാർമ ഒരു വെബ് സീരീസാണ്. നെവിൻ പോളിയുടെ 8 എപ്പിസോഡുകളുള്ള ആദ്യ വെബ് സീരീസ് ഫാർമ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ഞാൻ കഥയും കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിൽസും പറയാം. അതിനു മുമ്പ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ 8 എപ്പിസോഡ് സീരീസ് 2008 ആരംഭിച്ചിട്ട് 2026 അവസാനിക്കുന്ന ഒരു ടൈം ലൈനിലൂടെ മുന്നോട്ടും പിന്നോട്ടും മാറാവുന്ന ഒരു നോൺ ലീനിയർ നരേറ്റീവ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. നെവിൻ പോളി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. പേര് KP വിനോദ്. കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞ ആദ്യമായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു മെഡിക്കൽ ഫീൽഡിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നെവിൻ പോളിയുടെ മാനേജർ ഡോക്ടറെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുന്നതും അവിടെ നീണ്ട നിര കാണാം രോഗികളുടെയും. അതേപോലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗുകൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ വെക്കും. ഓരോരോ ബാഗിനനുസരിച്ചിട്ടാണ് ഓരോ ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ നീണ്ട ക്യൂ ആണ്. നെവിൻ പോളിക്ക് കാര്യമായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. വിചാരിച്ച പോലെ ലൈഫ് അത്ര സിമ്പിളായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ലൈഫ് എളുപ്പമല്ലെന്ന് തിരിച്ചറിയുന്നു. സെയിൽസ് കുറയുന്നു. കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പതുക്കെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരുന്നു. കൂടുതൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു നെവിന്. അപ്പോഴാണ് താൻ പോലും അറിയാത്ത ഞെട്ടിക്കുന്ന ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് ചലഞ്ചുകൾ നേരിട്ട് കരിയറും ജീവിതവും വളരെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു കോൺഫിഡൻസ് അച്ചീവ് ചെയ്തതിന് ശേഷം ഈ ഫാർമ ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളും നിഗൂഢതകളും രഹസ്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നെവിൻ പോളിയുടെ ഉള്ളിൽ ആദർശവും കുറ്റബോധവും നിരാശയും കഠിനമായ യാഥാർത്ഥ്യങ്ങളും ഇതെല്ലാം തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്? എൻ്റെ കരിയറാണോ അതോ ഇതുകൊണ്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണോ? ഏതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നെവിൻ കാണുന്ന പല ആളുകളും പല മുഖങ്ങളും ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ ലൈഫുള്ള ആളുകളാണ്. പല ഷെയ്ഡുകളുണ്ട് അവരുടെ ലൈഫിൽ. നല്ല ഷെയ്ഡ് ഉണ്ടാകും, ഡാർക്ക് ഷെയ്ഡും ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതികഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. എന്തായാലും നെവിൻ മനസ്സിലാക്കാൻ ഇത് വൈകിപ്പോയി. നെവിന് മുമ്പും അതവിടെ ഉണ്ടായിരുന്നു, നെവിന് ശേഷവും അതവിടെ കാണും.